ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ. രാത്രിയിലാണ്. അപ്പം ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. കുട്ടികൾക്കൊന്നും സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പം അവർ പറഞ്ഞ് ക്രിസ്മസൊക്കെ അല്ലേ, അപ്പം നമുക്കൊന്ന് പുറത്ത് പോയാലോ. ഇപ്പോൾ ടൗണിലേക്ക് ഒന്ന് പോയതാണ് കേട്ടോ. പക്ഷേ ടൗണിലേക്ക് ഭയങ്കര ബ്ലോക്കാണ്, തിരക്ക്. ഹൈലൈറ്റ് മാളിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് 2 ദിവസമായിട്ട്. അപ്പോൾ ഞങ്ങളിന്ന് ശോഭയിലേക്ക് തന്നെ പോകാമെന്ന് വെച്ചിട്ട് ഇവിടെ പുഴക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ശോഭ സിറ്റി മാൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു കുറേ വർഷമായി, 20 വർഷത്തിന് മേലെയായിട്ടുണ്ട് ഇത് ഓപ്പണായിട്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ എപ്പോഴും ഇടയ്ക്കൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലായിടത്തും ലൈറ്റ് അലങ്കരിച്ചിട്ടുണ്ട്. ക്രിസ്മസ്, ഓണം, പെരുന്നാൾ എന്തെന്നെ ആഘോഷങ്ങളായാലും ഇവിടെ നന്നായി അലങ്കരിക്കൂട്ടാ. പിന്നാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള അവിടെയൊക്കെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. ഒരുപാട് ഗിഫ്റ്റുകൾ. ഇതിപ്പം ക്രിസ്മസിൻ്റെ 2 ദിവസം മുന്നെയാണ് കേട്ടോ. ക്രിസ്മസ്, ഓണം, പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും പ്രോഗ്രാമുകൾ ഉണ്ടാവും. നന്നായി തിരക്കുള്ളൊരു, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരക്കില്ലാത്തൊരു ശോഭാ സിറ്റി കാണുന്നത്. കാരണം ആളുകളൊക്കെ ഹൈലൈറ്റ് മാളിലേക്ക് പോകണം. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർ പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ അവിടെ വന്നിരിക്കുക, അവിടെ പോയിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അത് നമുക്ക് മൊബൈലിൽ ക്യാമറയിൽ എന്തോരം അതിൻ്റെ ഭംഗി കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസം. 5 മണിക്ക് ശേഷം വന്നാൽ അവിടെ വന്നിരുന്നിട്ട് എന്തെങ്കിലും സ്നാക്സോ ഐസ്ക്രീമോ ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക. നമുക്ക് എന്താ പറയുക, നല്ലൊരു രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ഇറങ്ങിയിരിക്കുകയാണ്. തീരെ ആളില്ല ഇവിടെ. എവിടെ തിരക്കില്ലെങ്കിലും ശോഭയുടെ ഏറ്റവും തിരക്കുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാട്ടർ പോയിൻ്റിൻ്റെ അവിടെ ഉണ്ടാവും കേട്ടോ. ഒന്നെങ്കിൽ ഇവിടെ എല്ലാ പ്രോഗ്രാമും നടത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അതിനുള്ള സ്ഥലമുണ്ട്, ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും ഇവിടെ പ്രോഗ്രാം ഉണ്ടാവാറുണ്ട്. പിന്നെ ഫുഡ് കോർട്ടിൻ്റെ അവിടെയാണ് തിരക്കുണ്ടാവുക കേട്ടോ. ഈ 2 സ്ഥലമാണ് ഇവിടെ ഏറ്റവും തിരക്കുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ. ഇവിടെ വന്ന് ഇരിക്കണ്ടോ, ഇത് എന്തോരം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. ഇവിടെ വന്നത് ഇതുപോലെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. എന്ത് വേണമെങ്കിലും മേടിച്ച് കഴിക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ട്. കണ്ടോ, ഇങ്ങനെ നിറയെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം, ഫോട്ടോ എടുക്കാം. തീറ്റ തുടങ്ങിയിട്ടാ ലേസ്, ഐസ്ക്രീം, അതൊക്കെ എന്ത് വേണേലും മോമോസ് പോലെയുള്ള എല്ലാ സ്നാക്സും കിട്ടുന്ന ഒരു ഭാഗമാണ് ഇവിടെ കേട്ടോ. ഇപ്പോൾ തുടങ്ങിയതാണ് ഒരുപാട് ഷോപ്പുകൾ. കണ്ടോ ഫ്ലാറ്റുകൾ. നല്ല ഭംഗിയാണ് ഇവിടെ നോക്കി നിൽക്കാൻ കേട്ടോ. ഫോട്ടോ എടുത്താലൊക്കെ നല്ലൊരു രസമാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്ത് കണ്ടോ ഒരുപാട് ഷോപ്പുകൾ കണ്ടോ. മോമോസ് പോലെയുള്ള എല്ലാ സ്നാക്സുകളും ഇപ്പോൾ ഓപ്പൺ ആക്കിയതാണ്. ആദ്യം ഇത്ര ഉണ്ടായിരുന്നില്ല, 1-2 ഷോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അതുണ്ട് വാട്ടർ പോയിന്റ്. ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് മറ്റേ ബോട്ടൊക്കെ ഇട്ടിട്ട് ഒരുപാട് കളികളുണ്ടല്ലോ, അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ആ ഭാഗത്ത്. ഇവിടെ എത്ര ഇരുന്നാലും നമുക്ക് എണീറ്റ് പോകാൻ തോന്നില്ല. പിന്നെ മക്കൾ പോവുക പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അകത്ത് തന്നെ കയറിയിട്ടാ. അകത്ത് കയറി പിന്നെ കുറേ സമയം. ഇവിടെ 2-4 എത്രയോന്നറിയില്ല, ഒരുപാട് തിയേറ്റർ ഉണ്ട് കേട്ടോ. സിനിമ തിയേറ്റർ ഉണ്ട് ഇവിടെ. ഞങ്ങൾ കാണാറുണ്ട്. ഇവിടെ ഫുഡ് കോർട്ട്. ഇനിയിപ്പോൾ എവിടെ തിരക്കില്ലെങ്കിലും ഇവിടെ തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വിശന്ന് ഞങ്ങളും കഴിച്ചിട്ടാ. പൊറോട്ടയും പെപ്പർ ചിക്കനും ബീഫ് ചില്ലിയാണ് വാങ്ങിച്ചത്. നേരെ ഒരുപാട് വൈകിണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വിശന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യണേ, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ.